ഞാൻ പാലക്കാട് സിംഗിൾ ഡിജിറ്റ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പൊങ്കലിൻ്റെ 3 ദിവസം മുൻപ്, അത് ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിലും അത് 79-ലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. പൊങ്കലിൻ്റെ 3 ദിവസം മുമ്പാണ് അത്. ദാറ്റ് ഈസ് ഡെഫിനറ്റ്. അവിടെ ഈ കാസർഗോഡ് സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ഒരു റിക്വസ്റ്റ് വരുന്നത്. അവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തെഫ്റ്റ് നടന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നതാണ് ക്രൈം നമ്പർ, ഇന്നതാണ് അതിൻ്റെ ലൊക്കേഷൻ, സ്പോട്ട് ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നു. നമ്മുടെ ആസ് യൂഷ്വൽ റൊട്ടീൻ നമ്മളതിൻ്റെ സന്നാഹങ്ങളൊക്കെ ആയിട്ട് അവിടെ പോകുന്നു. അപ്പോൾ ഈ പാലക്കാട് നിന്ന് കോയമ്പത്തൂരേക്ക് പോകുന്ന റോഡിൽ ഒരു ഒരു ജംഗ്ഷനുണ്ട്, കൂട്ടുപാത എന്നാണ് പറയുന്നത്. അവിടെ ആ ജംഗ്ഷനിൽ വലത്തേക്ക് പോവുകയാണെങ്കിൽ പൊള്ളാച്ചി മുതലായ ഭാഗങ്ങളിലേക്ക് പോകും, നേരെ പോകുന്നത് കോയമ്പത്തൂരേക്ക്. BPL കൂട്ടുപാത എന്നാണ് ആ ജംഗ്ഷൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ BPL കൂട്ടുപാത ജംഗ്ഷനിൽ നമ്മൾ നേരെ പോകുന്ന കോയമ്പത്തൂരേക്ക്, റൈറ്റിലേക്ക് പോയാൽ പൊള്ളാച്ചി. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കൂട്ടുപാത എന്ന് പറഞ്ഞ ജംഗ്ഷൻ്റെ ഒരു 50-60 മീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു 2-3 മുറി കട, ചെറിയ ഒരു മുറുക്കാൻ കട, വീണ്ടും ഒരു 2-3 മുറി കട. അത് വലിയ ഇതൊന്നും ടെറസ് ഇട്ടിട്ടുള്ള ലഹളമായിട്ടുള്ള ഒന്നുമല്ല, ഇതായിട്ടുള്ളതല്ല. ഒരു നാട്ടിൻപുറത്തെ ഒരു ചെറിയ ഒരു ഇതാണ്. ടൗൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ചെറിയ ടൗൺ. സിറ്റി കഴിഞ്ഞാൽ ചെറിയൊരു ടൗൺ. ആ ചുറ്റുവട്ടത്തുള്ളവർക്ക് സാധനങ്ങൾ വാങ്ങാനും വരാൻ പോകാനൊക്കെ ഉള്ള ഒരു ഇടത്തരം ഇത്. ഗ്രാമമല്ലതാനും അതേ സമയത്ത് അത്യാവശ്യം വേണ്ട കുറച്ച് കടകളും ഒക്കെ ഉണ്ട് അവിടെ. ഈ കൂടുതലും തൊഴിലാളികളാണ് അവിടെ ആ ഏരിയയിലുള്ളത്. കർഷക തൊഴിലാളികളോ അതല്ലെങ്കിൽ കുറേ ഫാക്ടറികളൊക്കെ ഉള്ളത് ആ ഏരിയയിലാണ്. നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അവിടെ. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇതിനടുത്താണ്. ഞാൻ പറഞ്ഞ കൂട്ടുപാതയ്ക്ക് അടുത്താണ് പാലക്കാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അപ്പോൾ അവിടെ പല കാറ്റഗറിയിലും പെട്ട തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉള്ള പല കാറ്റഗറികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ തരത്തിലുള്ള ചെറുകിട സ്ഥാപനങ്ങളാണ് അവിടെ ഉള്ളതെല്ലാം തന്നെ. അപ്പോൾ അതിൽ ഒരു സ്ഥാപനത്തിലാണ് മോഷണം നടന്നിട്ടുള്ളത്. അതൊരു ടെക്സ്റ്റൈൽസ് കടയാണ്. ടെക്സ്റ്റൈൽസ് കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു 3 മുറി ഇത് പണ്ട് ഈ നിരപ്പലക എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നാട്ടിൻപുറത്തൊക്കെ കാണുമായിരിക്കും. വാതിലിന് പകരം ഈ ഇത്ര ഒരടിയോളം വീതി ഒരടിയോളം വീതിക്കുള്ള നീളത്തിലുള്ള പലക, അതിനകത്തുള്ള ഗ്രൂവ്സിനകത്ത് കയറ്റി വെച്ചിട്ട് തള്ളി നീക്കി ലെവലാക്കിയതിന് ശേഷം അത് ഓടാമ്പൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്, വലിയ ഇത് എല്ലാത്തിനെയും കൂടെ കവർ ചെയ്യുന്നത്. അതിനുശേഷം അത് അടച്ചിട്ട് അത് പൂട്ടുക. അപ്പോൾ ഇതെല്ലാത്തിനും കൂടെ ലോക്ക് ചെയ്യുന്ന ഈ ഓടാമ്പൽ എന്ന് പറയുന്ന സാധനമാണ്. ഇത് പൊക്കിയതിന് ശേഷം ഈ ഓടാമ്പൽ എടുത്തിട്ട് ഈ നടുവിലുള്ള ഈ മാസ്റ്ററായിട്ടുള്ള ഇതിൻ്റെ ഇതെടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പലകയും ഈ ഗ്യാപ്പിൽ കൊണ്ടുവന്ന് മാറ്റി വെക്കും. അതാണ് ഈ അടയ്ക്കുന്നതിൻ്റെ സിസ്റ്റം, അടയ്ക്കുന്നതിന് തുറക്കുന്നതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇതിൽ ഈ ഓടാമ്പൽ ഉള്ളത് അടച്ചു കിടക്കുന്നുണ്ട് കടയിൽ. ഇപ്പോൾ ഈ ഓണർ വന്ന് നോക്കുമ്പോൾ ഇയാൾ ഓടാമ്പലൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ആസ് നോർമൽ, ഒന്നും സംഭവിച്ചില്ല. അകത്ത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തിരുന്ന തുണികളൊന്നും കാണുന്നില്ല. തുണികളൊന്നും എന്തോ ചില്ലറ തുണികൾ അവിടെയൊക്കെ ഇരിപ്പുള്ളൂ, ബാക്കിയൊന്നും കാണുന്നില്ല. അപ്പോൾ വലിയൊരു പോസ്റ്റ് ലൈനിലുള്ള ഈ ഗ്ലാസ് ഇട്ട ഷെൽഫോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞ പോലെ തൊഴിലാളികൾക്ക് വേണ്ടി പാവപ്പെട്ട ഒരു ലോവർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ അവൾ ഉദ്ദേശിച്ചിട്ടുള്ള ചെറിയ ടൗണാണത്, ചെറിയ സ്ഥാപനം അത്. അപ്പോൾ ഈ മരത്തിൻ്റെ ഷെൽഫിൽ ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ടേക്കും. അതാണ് ആകെയുള്ള അതിൻ്റെ ഒരു പൊടി കയറാതിരിക്കാൻ വേണ്ടി രാത്രി പോകുമ്പോൾ ആ തുണി താഴെ ഇട്ടേക്കും. പകൽ വരുമ്പോൾ അത് തുറന്ന് വയ്ക്കും, ഈ സാധനങ്ങൾ കാണുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇത് തുറന്നിട്ടുമില്ല, ഈ പൂട്ട് പൊട്ടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ സാധനം അതിനകത്തുനിന്ന് മിസ്സിംഗ് ആണ്. അപ്പോൾ പൊതുവേ ഒരു ധാരണ ഉണ്ടായത് ഇയാൾ തന്നെ, ഈ ഓണർ തന്നെ ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് എന്തിനോ ചതിക്കാനായിട്ട്, ഇൻഷുറൻസ് ഒന്നുമില്ല കടയ്ക്ക്. അപ്പോൾ ഇൻഷുറൻസ് തട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ വേറെന്തോ ഒരു കട നഷ്ടത്തിലായപ്പോൾ അതിന് മേക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുക്കാനില്ല, എൻ്റെ സാധനം മോഷണം പോയി, അതുകൊണ്ട് ബുദ്ധിമുട്ടിലാണ് എന്ന് വരുത്താൻ വേണ്ടിയോ ഒക്കെ ചെയ്തിരിക്കാം എന്നുള്ളൊരു ഒരു ഇൻഫറൻസ് പൊതുവെ ഒരു ധാരണ ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ട അതിൻ്റെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് തുറന്ന് നോക്കുമ്പോൾ ഒരു തെളിവും കിട്ടാനില്ല. കാരണം ഈ പറഞ്ഞ മാതിരി പഴയ മരത്തിൻ്റെ പലകകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഇരുന്ന് സാധനം കാണുന്നില്ല. പിന്നെ ഉള്ളത് ഈ തുണിയാണ് ആയുള്ളത്. മുമ്പിലുള്ള ഒരു ബെഞ്ചാണ് ഇട്ടേക്കുന്നത്, ഈ തുണി വെച്ച് മുറിച്ച് കൊടുക്കാനൊക്കെ ഉള്ള ഒരു പഴയ ബെഞ്ച്. പിന്നെ അവർ മുഴക്കോൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴക്കോല മീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ഒരു മീറ്റർ സ്കെയിലാണ് അവിടെ ഉള്ളത്. പിന്നെ ഒരു കത്രികയുണ്ട് അവിടെ. ഇതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവിടെ ചെറിയൊരു മേശയുണ്ട്. അയാൾ ഇരിക്കുന്ന ഓണർ ഇരിക്കുന്നിടത്ത് സ്റ്റൂൾ പോലെ ഇത്തിരി വലിപ്പമുള്ളത്, അതാണ് അയാളുടെ ക്യാഷ് കൗണ്ടർ എന്ന് പറഞ്ഞത്. സ്റ്റൂൾ പോലെ ഇത്തിരി ഹൈറ്റും കൂടെ ഉണ്ട്, ഒരു ഡ്രോയറുണ്ട്. അപ്പോൾ അകത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് ഷെൽഫുകളുള്ളതിൽ മിക്കവാറും ഒരു 95% തുണികൾ പോയിട്ടുണ്ട്. പക്ഷേ പൂട്ട് തുറന്നിട്ടുമില്ല, പൂട്ട് പൊട്ടിച്ചിട്ടില്ല, പോയപ്പോൾ അടയ്ക്കുന്നത്. കാരണം പൂട്ട് ടാമ്പറിങ് ചെയ്യാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് എന്ത് ക്ലൂ കിട്ടും, എങ്ങനെ കേസ് തെളിയിക്കാൻ പറ്റും എന്നിങ്ങനെ ഒരു എത്തുമ്പടിയും കിട്ടാൻ എന്താ പറയുക, ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന പറഞ്ഞാൽ മേലോട്ട് നോക്കുമ്പോൾ ഒരു 3 ഓടിൻ്റെ ഭാഗത്ത്
മാറാല എന്ന് പറഞ്ഞാൽ ചിലന്തി വല. അപ്പോൾ അതങ്ങനെയുള്ളൊരു പഴയ ഇതാണ്. ചിലന്തി വലയാണ് കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ 3 ഓടിൻ്റെ ഭാഗത്ത് ചിലന്തി വല ഇങ്ങനെ തൂക്കണം കിട്ടിയതുപോലെ ഈ 3 ഓടിൻ്റെ ഭാഗത്തുള്ള പൊട്ടിയിട്ട് ബൗണ്ടറി പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഈ 3 ഓടിൻ്റെ ഭാഗത്ത് മാത്രം അത് മൊത്തം പോയിട്ടുമില്ല. ഇങ്ങനെ തൂക്കിയിടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഇറങ്ങിയ വേറെ അവർ ചെയ്തിരിക്കണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഈ 3 ഓടിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴാണ് കൃത്യമായിട്ടാണ് ഇത് ഈ മാറാല ഇങ്ങനെ പോയി കിടക്കുന്നത്. അപ്പോൾ അവിടെ കയറാനുള്ള സാധനമൊന്നും കാണുന്നില്ല. അവസാനം നോക്കുമ്പോൾ പുറത്ത് ഇതിനോട് ചേർന്ന് ഒരു ടെലിഫോൺ പോസ്റ്റ്, അന്ന് ടെലിഫോൺ പോസ്റ്റൊക്കെ ഉള്ള സമയമാണ്, ഇന്നത്തെ പോലെയുള്ള മൊബൈൽ ഫോണുകളൊന്നുമില്ല. നമ്മുടെ ഇതുണ്ടല്ലോ, ബക്കറ്റ് ഉണ്ടാക്കുന്ന മെറ്റലുണ്ടല്ലോ, അതുപോലെയുള്ള സിങ്കിൻ്റെ ഒരു തൂണാണ് ഒന്ന് ഉപയോഗിക്കുക. നമ്മുടെ കവുങ്ങ് പോലെ നിൽക്കുന്ന 2-3 ഇതായിട്ട് വെച്ച് മുകളിലേക്ക് വയ്ക്കുന്ന ഒരു ഇതാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രോസ് ബാർ വെച്ചിട്ട് അതിലാണ് ഈ ലൈൻ വലിച്ചു പോവുക, ടെലിഫോൺ ലൈൻ. അപ്പോൾ അതിൽ ഈ ടെലിഫോൺ പോസ്റ്റ് ഒരെണ്ണം ഇതിൻ്റെ ഈ ഓടിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇവൻ ഇതിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലോ, ഈ മാറാലയം പോയി കിടക്കുന്നുണ്ടല്ലോ, ഒരു പക്ഷേ ഇവൻ കയറിയിട്ടുണ്ടെങ്കിലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് കാണേണ്ടതല്ലേ, ഒന്ന് നോക്കാം, ശ്രമിച്ച് നോക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് ഒരു കോണി സംഘടിപ്പിച്ചിട്ട് ഈ ടെലിഫോൺ പോസ്റ്റിൻ്റെ മുകളിൽ അതിൻ്റെ എല്ലാ ഭാഗവും വളരെ സാവധാനമായിട്ട് ശ്രദ്ധാപൂർവം ഇതിൻ്റെ കെമിക്കൽസ് ഉപയോഗിച്ച് പൗഡേഴ്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡെവലപ്പ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ സുഖസുന്ദരമായിട്ട് 2 കൈ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ട്, വലത്തെ കൈയും ഇടത്തെ കൈയും. അത് കൃത്യമായിട്ട് അറിയാം നമുക്ക്. അതിൻ്റെ ഏറ്റവും മുകളിൽ കയറുന്നിട്ട് തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, 2 കൈയുണ്ട്. അത് തമ്പും മുതലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം ഇതിൻ്റെ മുകളിൽ ആരോ അടുത്ത് കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അവിടെ ടെലിഫോൺസിൽ വിളിച്ച് അന്വേഷിച്ച് അവിടെ റിപ്പയറിങ്ങിന് ആരെങ്കിലും വന്നിരുന്നോ, അവിടെ ടെലിഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ എല്ലാം വന്നിട്ടുണ്ടോ, അവരാരും വന്നില്ല. എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അവിടെ അതിൻ്റെ AE. അപ്പോൾ ആ AE എടുത്ത് ഞാൻ വിളിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഈ കൂട്ടുപാതയിലെങ്ങാനും മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരോ പുതിയതായിട്ട് കയറിയതാണല്ലോ. അങ്ങനെ ഫിംഗർ പ്രിൻ്റ് ഡെവലപ്പ് ചെയ്തു. അത് ഈ പറഞ്ഞ മാതിരി അവിടുന്ന് ഫോട്ടോഗ്രാഫ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതിന് മുകളിൽ കയറിയിട്ട് അത് ലിഫ്റ്റ് ചെയ്തെടുത്ത് അത് മറ്റ് നടപടിക്രമങ്ങളെല്ലാം അതിൻ്റെ തെളിവ് അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടാത്ത രീതിയിൽ അതിൻ്റെ ലിഫ്റ്റ് ചെയ്തെടുത്ത് ഫോട്ടോഗ്രാഫ് എടുത്ത് തൂണിൻ്റെ അടക്കം എടുത്ത് ലിഫ്റ്റ് ചെയ്യുന്ന ഈ തൂണിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ലിഫ്റ്റ് ചെയ്യുന്നത് താഴെ നിന്ന് ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഓരോ ആംഗിളിലും ഞാൻ ഫോട്ടോ എടുപ്പിച്ചു, ഇന്നിടത്തു നിന്നാണ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ഞാൻ ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ആ ക്യാമറയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു, അതിന് ഇന്നാണ് നമ്പർ അത് എഴുതിയിട്ടുള്ളത്, അത് ഒട്ടിച്ച് വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ 100% തെളിവിൻ്റെ കാര്യത്തിൽ നമ്മുടെ സുരക്ഷിതമായിട്ട് നമ്മൾ ഒരു മാൽ പ്രാക്ടീസ് നടത്തുന്നില്ല എന്നുള്ള രീതിയിൽ ചെയ്തതിന് ശേഷം ആ ഫിംഗർ പ്രിൻ്റ് ഫോട്ടോഗ്രാഫ് എടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ ഇൻമേറ്റ്സിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല, കാരണം ടെലിഫോൺസിൻ്റെ റിപ്പയറിങ്ങിന് ആരും വന്നിട്ടുമില്ല പോയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആളിനെ എടുത്ത് നോക്കാനുള്ള സാങ്കേതിക കാര്യം വരുന്നില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ ക്രിമിനൽസിൻ്റെ കൂട്ടത്തിൽ നോക്കാം എന്നുള്ള ധാരണയിൽ ആദ്യം അത് നോക്കാം. അങ്ങനെ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ എന്താ പറയുക, ഇതാ കിടക്കുന്നു എന്ന് പറഞ്ഞ പോലെ പൊള്ളാച്ചിക്കാരനൊരു അണ്ണാച്ചി പറഞ്ഞു, സാർ ഞാൻ എങ്കിൽ ഇരിക്കാൻ സാർ ഞാൻ താൻ ചെയ്തിരിക്കാൻ എന്ന് വാക്കാൽ പറയും പോലെ 10 പേരിലും കിടക്കല്ലേ അവിടെ സുഖസുന്ദരമായിട്ട്. അപ്പോൾ അങ്ങനെ ഇൻഫർമേഷൻ കൊടുത്തു, ഇന്ന ആളാണ് ചെയ്തിട്ടുള്ളത്, ഇന്നടത്ത് പൊള്ളാച്ചിക്കാരനാണ്, ഇതാണ് അവൻ്റെ. ഈ പൊങ്കലിൻ്റെ 3 ദിവസം മുമ്പ് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം അന്ന് എന്താ പറയുക, ഈ പൊങ്കൽ സെയിൽസ് നടക്കുന്ന സമയമാണ്, എല്ലാം ആദായ വിൽപ്പന ഇവിടുന്ന്. അതിന് ഈ കേസുമായിട്ടൊരു ബന്ധമുണ്ട്, അതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് വളരെ പ്രധാനമാണ് അതിൽ. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു, ഇന്ന ആളാണ് ചെയ്തിട്ടുള്ളത്, അവൻ പൊള്ളാച്ചിക്കാരനാണ്, നിങ്ങൾ ഒന്നുകിൽ കോയമ്പത്തൂരോ അല്ലെങ്കിൽ പൊള്ളാച്ചിയിലോ അടിയന്തരമായിട്ട് 2 ടീമിനെ അയച്ചിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കോയമ്പത്തൂർ ഉക്കടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കോയമ്പത്തൂർ ടൗണിൻ്റെ നമ്മുടെ പാലക്കാട് ഭാഗത്തേക്കും ഒക്കെ വരുന്ന ബസ്സുകൾ നിർത്തുന്ന ടൗണാണ്, ബസ് ടെർമിനലാണ് ഉക്കടം. പിന്നെ പൊള്ളാച്ചിയിലാണെങ്കിലും ബസ് സ്റ്റേഷനും അതിൻ്റെ എല്ലാം അവിടെ ഒന്നേ ഉള്ളൂ. ആ മെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചി ഇതാണ്, ബസ് ടെർമിനലാണ്. അതിൻ്റെ സൈഡിലും പുറവശത്തുമൊക്കെ ആയിട്ടാണ് ഇങ്ങനെയുള്ള ഈ കൂട്ടിയിട്ടിട്ടുള്ള ലേലം വിളിക്കലും അങ്ങനെയുള്ള നാടൻ കച്ചവടക്കാരൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ടീം കോയമ്പത്തൂരേക്ക് പോയി, ഒരു ടീം പൊള്ളാച്ചിയിലേക്ക് പോയി. പൊള്ളാച്ചിയിലേക്ക് പോയ ടീം പോകുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു ഇതിൻ്റെ പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ ഒരു സംഭവമുണ്ട് ഏറ്റവും ബാക്കിൽ. അതിൻ്റെ അങ്ങേ സൈഡിൽ മാറിയിട്ട് കുറച്ചൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഇത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. തുണികളൊക്കെയാണ്, തുണികളെന്ന് പറഞ്ഞാൽ ഈ റെഡിമെയ്ഡ് ഷർട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ തുച്ഛമായ ഇതേ ഉള്ളൂ. അന്ന് 25-30 രൂപ എന്ന് പറഞ്ഞാൽ വലിയ വില ആണ്, 40-45 ഉണ്ട് അന്നത്തെ ഒരു ഷർട്ടിൻ്റെ വില. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവർ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവൻ നിന്നിട്ട് ഇരിക്കുകയാണ്, തൂക്കി പോകാൻ 30 ഏത് ആളെ എടുത്ത് പോകാൻ എന്ന് പറഞ്ഞിട്ട് ഇവരിക്കണമെന്ന് കച്ചവടം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ് ചെന്ന് കൂട്ടിയിട്ട് വന്ന് നോക്കിയിട്ട് അവൻ പറഞ്ഞ് സാറിന് അത് ഞാൻ താൻ ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞ് അവൻ്റെ ഫിംഗർ പ്രിൻ്റാണല്ലോ അവൻ്റെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ആ കേസ് കിട്ടിയത് ഈ പറഞ്ഞ പോലെ ഈ ടെലിഫോൺ പോസ്റ്റിൻ്റെ മുകളിലും ഈ മാറാലയും ടെലിഫോൺ പോസ്റ്റുമാണ് ആ കേസിന് തെളിയിക്കാൻ എന്നെ സഹായിച്ചത്.
ഈ മാറാലാണ് അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്, ഒരു പക്ഷേ പോസ്റ്റിൽ കൂടെ കയറിയെങ്കിലോ എന്നുള്ളതിൽ. അപ്പോൾ ആ കേസ് അങ്ങനെ പര്യാവസായിയായി അവനെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 1981 ഏപ്രിൽ മാസത്തിൽ, ഏപ്രിലിൻ്റെ അവസാനത്തോടു കൂടിയാണ് കോഴിക്കോട് നഗരപരിധിയിൽ നടന്ന ഒരു കൊലപാതകം, മോഷണം. അവിശ്വസനീയമാണ് എന്ന് തോന്നാവുന്ന രീതിയിൽ നടന്നതാണിത്, ഈ സംഭവം. അതായത് റേഡിയോ നാടകവാരം നടക്കാറുണ്ടല്ലോ, പണ്ട് സ്ഥിരമായിട്ടുണ്ടായിരുന്നതാണ്. ഓരോ ആഴ്ചയിലും ഓരോ നിലയങ്ങളും റേഡിയോ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുക. അത് കേരളത്തിലെല്ലാ നിലയങ്ങളും സംപ്രേഷണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ നാടകവാര കാലത്ത് ഇതിൽ പറയുന്ന ഈ മരണപ്പെട്ട ഒരു വ്യക്തി, അവർ ഒരു അധ്യാപികയായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം 5-8 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന സംഭവമാണിത്. അവർ റേഡിയോ നാടകം ഇങ്ങനെ മുടങ്ങാതെ കേൾക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു നാടകം അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അടുക്കള ഭാഗത്ത് എന്തോ ഒരു ശബ്ദം കേട്ടു. എന്തോ ഒരു പൂച്ച ചാടിയാലൊക്കെ ഉണ്ടാകുന്ന പോലെ പോലൊരു ശബ്ദം കേട്ടു. അപ്പോൾ അങ്ങനെ ഇവർ എന്താണെന്ന് അറിയാൻ വേണ്ടി നാടകം കാണുന്നതിനിടയിൽ കൂടെ ഒന്ന് അകത്തേക്ക് പോയി വാടോ തിരിച്ച് ഒന്നും കാണുന്നില്ല. തിരിച്ചു വന്നപ്പോൾ ഈ റേഡിയോയുടെ ശബ്ദം കൂടിയിരിക്കുന്നു. അപ്പോൾ അന്ന് ഈ മറ്റേ വാൽവ് റേഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന നോബുള്ള റേഡിയോ ആണ്, പഴയ പെട്ടി ഉള്ള സാധനം, മർഫി എന്നൊക്കെ പറയുമ്പോഴുള്ള സാധനം, ആ പെട്ടിയുടെ. അപ്പോൾ അതിൻ്റെ വാൽവ് കൂട്ടാതെ സൗണ്ട് കൂട്ടാൻ വഴിയില്ല. അപ്പോൾ ശബ്ദം വളരെ ശബ്ദം കൂടിയിരിക്കുന്നു ഇവർ അടുക്കളയിൽ പോയിട്ട് വന്ന സമയത്ത്. അപ്പോൾ ഇവർക്ക് തോന്നി ഇതെന്ത് ശബ്ദം വല്ലാണ്ട് കൂടിയില്ലെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് മാക്സിമത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരത് തിരിച്ചു വെച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നാടകം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരടി തലയ്ക്ക് കൊള്ളുന്നു, ഇവരുടെ തലയ്ക്ക് ബാക്കിൽ നിന്നും ഒരടി കൊള്ളുന്നു. എന്തോ ഒരു വെപ്പൺ ഉപയോഗിച്ചിട്ടുള്ളൊരടിയാണ്. ആ അടി കൊള്ളുന്നതോടുകൂടി ഇവർ നിലത്ത് വീണ് ഈ നാടകത്തിൻ്റെ ഈ ശബ്ദത്തിൻ്റെ കാര്യമൊക്കെ പറയാൻ കാരണം അതിൽ ഈ അവസാനം ഈ ചെയ്ത ആൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ കൂട്ടി വെച്ചിട്ടാണ് അവരുടെ ബഹളം ഉണ്ടാക്കിയാലോ കരഞ്ഞാലോ പുറത്ത് കേൾക്കരുതെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണെന്ന് അയാൾ തന്നെ കൺഫസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അതാണ് ആ ശബ്ദം കൂട്ടി വെച്ചതെന്ന്. അടി കൊണ്ട് വീണു, വീണ്ടും അവരുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ഈ അടിക്കാൻ ഉപയോഗിച്ച സാധനം തന്നെ, വടി തന്നെ അവരുടെ കഴുത്തിൽ വീണ്ടും അടിച്ചും ഇടിച്ചും ഒക്കെ അവരെ കൊലപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. അവർ ധരിച്ചിരുന്ന ഓർണമെൻറ്റ്സ് എടുത്തുകൊണ്ട് പോയി. അലമാരയിൽ നിന്ന് കുറേ ഓർണമെൻറ്റ്സ് എടുത്തു. അങ്ങനെ ഇതെല്ലാം കൂടെ നഷ്ടപ്പെട്ടു. ഈ കേസ് പോലീസിൻ്റെ അന്വേഷണത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്നു. പോലീസ് നായൊക്കെ ചെന്നിട്ട് ഒരു പുഴയുടെ വക്ക് വരെ ഓടി പോലീസ് നായ അവിടെ നിന്നു. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവൻ അവിടെ നിന്ന് കയ്യോ കാലോ കഴുകിയിട്ട് പോയിട്ടുണ്ടാവും ഈ കൃത്യം നടത്തിയതിന് ശേഷം. അതിനുശേഷം പിന്നെ അയാളെ എങ്ങനെ വാഹനത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, അങ്ങനെ ഇങ്ങനെ നമ്മൾ അത് തെളിയിക്കാൻ പറ്റില്ല. ആ രീതിയിൽ പറ്റിയില്ല. പക്ഷേ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഈ അടുക്കളയുടെ ഭാഗത്തു നിന്നുള്ള ഈ എൻട്രി പുറത്തു നിന്നുള്ളത് പിന്നെ വാതിൽ അകത്ത് നിന്ന് അടച്ചിരിക്കുകയാണ്. പുറത്തേക്കുള്ള വാതിൽ അകത്ത് നിന്ന് അടച്ച നിലയിലാണ്. അതിനകത്താണ് ഈ ഡെഡ് ബോഡി കിടക്കുന്നത്. അപ്പോൾ എൻട്രിയും എക്സിറ്റും പുറം വാതിലിൽ കൂടാണ്. ഒരു ഭാഗം മാത്രം ഒരു ചരിപ്പ് മാത്രം ഓടും, ബാക്കിയെല്ലാം ടെറസുമാണ്. അപ്പോൾ ഈ ഒന്നുകിൽ ഓട് പൊളിച്ചിറങ്ങണം, അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിലെ വാതിൽ തുറന്നിട്ട് എങ്ങനെങ്കിലും അകത്ത് കയറി വരണം. അപ്പോൾ അങ്ങനെ ഈ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. ഫ്രണ്ടിലെ വാതിൽ കൂടെ അകത്തേക്കും ഇല്ല, പുറത്തേക്ക് ആൾ പോയിട്ടില്ല, പാസ് ചെയ്തിട്ടില്ല. ഈ ബാക്കിലെ വാതിലിൻ്റെ അവിടെ കംപ്ലീറ്റ് ഞങ്ങൾ പരിശോധന നടത്തി. അതിനകത്ത് കടന്ന് അകത്ത് കടന്നയാൾ എന്തെങ്കിലും വെപ്പൺ കിട്ടാനായിട്ട് ഇങ്ങനെ തപ്പിയ കൂട്ടത്തിൽ പറഞ്ഞ കുറേ പാത്രങ്ങളൊക്കെ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ തട്ടി അത് വീണതാണ്. സൗണ്ട് കേട്ടിട്ടാണ് ഇവർ പോയത്. ഇവൻ്റെ കയ്യിൽ നിന്ന് തട്ടി വീണതാണ്. ഇവനെ എടുത്ത് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പലതോടെ. പിന്നെ അതുപോലെ ഈ ഒരു 1-2 ബോട്ടിൽസ് ഇരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയൊക്കെ വെച്ചിട്ട് ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ. ഈ അടിക്കാൻ ഉപയോഗിച്ച വടി ഇയാൾ അവിടെ ഒരു വാഴയുടെ കൊല ഈ വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ അത് കുറച്ച് നൂത്ത് നിർത്താൻ വേണ്ടി ഈ കൊലയുടെ അടിഭാഗത്തേക്കും ഈ വീടിൻ്റെ ഭിത്തിയിലേക്കും ചേർത്ത് വയ്ക്കത്തക്കൊണ്ട് ഒരു 4 അടി നീളത്തെങ്കിലും ഉണ്ടാവും ഒരു പൈപ്പാണത്, GI പൈപ്പ്. അത് ഇയാൾ വലിച്ചെടുത്തിട്ടാണ് ഈ കൊണ്ടുവന്നിട്ട് ഉപകരണമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കൊടുവാളൊന്നും കൊണ്ട് വെട്ടിയിട്ടുള്ള പാടുകളൊന്നുമില്ല, തലയ്ക്കടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ കഴുത്തിൽ ഇങ്ങനെ കുത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ കിടന്ന് അതിന് ശേഷം കഴുത്തിൽ കുത്തിയിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട് ഈ വടി കൊണ്ട് തന്നെ. എന്നിട്ട് അയാളവിടെ കളഞ്ഞു. ഇവർ ധരിച്ചിരുന്ന ഓർണമെൻറ്റ്സൊക്കെ എടുത്ത് ഈ അലമാരയിൽ നിന്ന് കുറച്ച് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത്, അലമാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു ഇതായിട്ടുള്ളതല്ല, അവിടുന്ന് കിട്ടാൻ കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ എടുത്ത് പോയി.
അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ വടിയിൽ നിന്ന് ഫിംഗർ പ്രിൻറ്റ്സ് കിട്ടി, ഈ അടിക്കാൻ ഉപയോഗിച്ച പൈപ്പ് GI പൈപ്പിൽ നിന്ന് ഫിംഗർ പ്രിൻറ്റ്സ് കിട്ടി, അലമാരയിൽ നിന്ന് കിട്ടി, 1-2 ഗ്ലാസ്സുകളിൽ നിന്നും കിട്ടി. അതിനുശേഷം ഈ റെഗുലറായിട്ടുള്ള ഈ ക്രിമിനൽസിൻ്റെ ഈ തെഫ്റ്റ് നടത്തിയിട്ട് മർഡർ ഫോർ തെഫ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കുറേ ക്രിമിനൽസ് ഉണ്ട്, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ ലിസ്റ്റുകളും അതല്ലാത്ത ആക്റ്റീവ് ക്രിമിനൽസ് ആ ചുറ്റുവട്ടത്തുള്ളവരുടെയൊക്കെ പരിശോധിച്ച് നോക്കിയിട്ടൊന്നും ആരുടെ ആവുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി പോലീസ് വളരെ പല കോൺഫിഡൻഷ്യലായിട്ട് പലയിടത്തും അന്വേഷിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഇവരെ ഒരു 3 വീടിനടുത്തുള്ള താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ വീട്ടിൽ ഈ റേഡിയോ നാടകം തുടങ്ങിയ ശേഷം മിക്കവാറും എല്ലാ ദിവസങ്ങളും വരാറുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടി. കാരണം ഇടയ്ക്കൊക്കെ വരുന്നതാണ് ടീച്ചറുടെ ഈ മരിച്ചുപോയ വ്യക്തി പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റും കൂടെയാണ് ഈ കക്ഷി. അപ്പോൾ അങ്ങനെ ഒരാൾ വരാറുണ്ടെന്നുള്ള വിവരം കിട്ടി. അപ്പോൾ ഒരു പക്ഷേ ഇനി അവനെ ഒന്ന് ശ്രദ്ധിക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ പോലീസ് വാച്ച് ചെയ്തപ്പോൾ അതിനൊരു ഒരു സംഗതികളുടെ 2 ദിവസം പോലീസ് അന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ ഇയാൾ 2-3 ദിവസം മാറി നിന്നു ഓടുന്നു. അതോടുകൂടി സംശയം ബലപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അതിനുശേഷം ഇയാളെ തേടിപ്പിടിച്ച് ഇയാളുടെ ഫിംഗർ പ്രിൻറ്റ്സൊക്കെ ഇവനോട് ചോദിച്ചിട്ട് എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇടയ്ക്ക് പോകുമായിരുന്നു, അന്ന് ഞാൻ പോയിട്ടില്ല എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത്. പക്ഷേ ഇയാളെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഫിംഗർ പ്രിൻറ്റ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് ഫിംഗർ പ്രിൻറ്റ്സ് എടുത്ത് റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു കിട്ടി. ഞാനത് നോക്കുമ്പോൾ ഈ സംഭവ സ്ഥലത്ത് കിട്ടിയ ഫിംഗർ പ്രിൻറ്റും ഇയാളുടെ ഫിംഗർ പ്രിൻറ്റും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇയാൾ തന്നെയാണ് ചെയ്തതെന്നുള്ളതിന് വേറെ തെളിവിൻ്റെ ആവശ്യമില്ല. അത് 100% കൃത്യമായിട്ടുള്ള സംഗതിയാണത്. അപ്പോൾ അങ്ങനെ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്ത് ഇയാളെ ഇതിന് കാരണം എന്തിനു വേണ്ടിയാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ മോഷണം മാത്രമാണെങ്കിൽ അടിച്ചു കൊല്ലേണ്ട കാര്യമില്ലല്ലോ, മോഷിച്ചുകൊണ്ട് പോയാൽ പോരെ. അപ്പോഴും അവൻ പറഞ്ഞു, ഇവനോട് പറഞ്ഞു ഇത്രേ, ടീച്ചർ പറഞ്ഞു ഇത്രേ, നീ ഇങ്ങനെ ഇത്രയും പ്രായമായിട്ടും ഒരു തൊഴിലും എടുക്കാതെ നീ ഇങ്ങനെ അച്ഛനെയും അമ്മയും മാത്രം ആശ്രയിച്ച് ഇപ്പോഴും ജീവിച്ചുകൊണ്ട് നടക്കല്ലേ, നിന്നെ പോലുള്ള നിന്നെക്കാൾ ചെറിയ കുട്ടികളും ഒക്കെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്തെല്ലാം ജോലികൾ ചെയ്ത് ജീവിക്കുന്നു, നിനക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ, നീ ഇങ്ങനെ ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവന് വല്ലാതെ ഒരു ഫീലിംഗ് ആയെന്നാണ് ഇവൻ പിന്നെ പറഞ്ഞത്. അത് കാരണം പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ ടീച്ചറെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ച് തന്നെ ചെയ്തതാണ്. അടുക്കളയിൽ പോയി സാധനം എടുക്കാൻ നോക്കുമ്പോൾ ടീച്ചർ അങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ ശബ്ദം കൂട്ടി വെച്ചു, റേഡിയോയുടെ ശബ്ദം കൂട്ടി വെച്ചു. എന്തെങ്കിലും കാരണവശാൽ അവർ ബഹളം ഉണ്ടാക്കുകയാണെങ്കിലും ഒച്ച ഉണ്ടാക്കുകയാണെങ്കിലും പുറത്ത് കേൾക്കരുതെന്നുള്ള രീതിയിൽ ചെയ്തു. തലയ്ക്ക് അടി കൊടുത്ത് ടീച്ചർ വീണപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവർ മരിക്കാൻ പോകാണല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും മരണം ഉറപ്പിച്ചു. അവരുടെ ഓർണമെൻറ്റ്സൊക്കെ ഊരി ഞാൻ എടുത്തുകൊണ്ട് പോയി. ഇതാണ് അതിൻ്റെ നടന്നത്. ഇതാണ് ഞാൻ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിൽ ആദ്യം ആ വീട്ടിൽ പോയതല്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ടീച്ചറിനെ വഴക്ക് പറഞ്ഞു, പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഞാനത് ചെയ്തതാണെന്ന് പറഞ്ഞു. ആ കേസ് സെഷൻസിൽ ട്രയൽ വന്നു. ഞാനത് എവിഡൻസ് കൊടുത്തു. ആ കേസ് അയാളെ ശിക്ഷിക്കുകയും ചെയ്തു. ജീവപര്യന്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടാവണം. കാരണം ഇപ്പോൾ 81-ലാണ് ഈ സംഭവം നടന്നത്. ഇപ്പോൾ വർഷങ്ങൾ എത്രയായി. അപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല അയാളെ പറ്റി. കോഴിക്കോട് നഗരപരിധിയിലെ മെയിൻ റോഡിനോട് ചേർന്നുള്ള ഒരു ഷോപ്പെന്ന് പറഞ്ഞാൽ ഈ സിമെൻറ്റിൻ്റെയൊക്കെ ഹോൾസെയിലിൻ്റെ ഓഫീസും റീറ്റെയിൽ ഷോപ്പ് അവിടെ തന്നെ ഉണ്ട്. താനും 2 ചാക്ക് 4 ചാക്കൊക്കെ ഉള്ളത് എൻ്റെ ബാക്കിൽ ഗോഡൗണിൽ കൊടുക്കും. ഹോൾസെയിലിന് വേറെ ഡിപ്പോ ഉണ്ട്, കൊടുക്കും. പക്ഷേ ഇതിൻ്റെ ക്യാഷ് ട്രാൻസാക്ഷനും ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന സ്ഥലത്താണ്. ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെല്ലാം നടക്കുന്നത്. അത് ഒരു 2 നിലയുള്ള വീടാണ്. 2 നിലയുള്ള വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മുകളിലത്തെ എല്ലാം ഇതാണ്, ഓടിട്ട ബിൽഡിങ്ങാണ്. താഴെ പഴയ വീടാണ് ആക്ച്വലി. ഇത് പഴയ റോഡ് സൈഡിലുള്ള ഒരു വീട്, 2 സൈഡിൽ 2 മുറി, നടുവിലൊരു വലിയൊരു ഹാള് പോലെ, അതിനകത്ത് തുറക്കാനുള്ള വാതിലുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലൊരു നിലയിൽ മറ്റ് 2 മുറി പോലെയുള്ള സൗകര്യം മുകളിലുണ്ട്. അപ്പോൾ ഇതിലാണ് ഇതിൻ്റെ ഓണർ ഒരിടത്താണ് ഇരിക്കുക. ഈ ഒരു സൈഡിലുള്ള ഓഫീസിനകത്താണ് ഇരിക്കുക. മറ്റേ സൈഡിലുള്ള ഓഫീസിൽ സ്റ്റാഫുണ്ട്. നടുക്കുള്ളതിനകത്ത് ഈ പറഞ്ഞ മാതിരി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ അവരുടെ സ്റ്റാഫ് ഇരിക്കുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ വളരെ റെയറായിട്ടുള്ള കുറച്ച് ചെറിയ രീതിയിലുള്ള ഈ സാനിറ്ററി എക്യുപ്മെൻറ്റ്സൊക്കെ വളരെ കുറച്ച്. അവരുടെ ഗോഡൗൺ വേറെയാണ്. അപ്പോൾ അവിടെയാണ് മോഷണം നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വിവരം കിട്ടിയതനുസരിച്ച് ഞാനവിടെ സ്പോട്ടിലെത്തി നോക്കുമ്പോൾ അത് ഓട് പൊളിച്ചിറങ്ങി. പക്ഷേ അവിടെ നിന്ന് അകത്ത് താക്കോലെടുത്തിട്ട് തുറന്നിട്ട് ഇവൻ പോയി. ഓട് പൊളിച്ചാണ് അകത്തിറങ്ങിയത്. വീട് പൊളിച്ചിട്ടൊന്നുമില്ല, ഓട് പൊളിച്ചിറങ്ങി. ആ ഓട് അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് അകത്തുനിന്ന് ഇറങ്ങിയിട്ട് ആ അകത്ത് വെച്ചിട്ട് താക്കോല് ഊരിയിട്ട് പോയി. കാരണം ഇദ്ദേഹം പോകുന്നത് അകത്തുനിന്ന് താക്കോല് പൂട്ടിയിട്ട് ബാക്കിൽ പോയിട്ട് പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്നാണ് പൂട്ടുക. അപ്പോൾ ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ താക്കോൽ ഇങ്ങനെ ഫ്രണ്ടിൽ നല്ല പൂട്ടുക. അത് അവിടെ നിന്ന് അടയ്ക്കും, അവിടെ നിന്ന് അകത്തുനിന്ന് ലോക്ക് ചെയ്യും. അതിനുശേഷം ബാക്കിൽ പോയി അത് പുറത്തുനിന്ന് പൂട്ടി. അങ്ങനെയാണ് ഇയാൾ ഫ്രണ്ടിലെല്ലാം അടയ്ക്കാൻ തുറക്കാൻ ചെയ്യുന്നത്. ഈ ഓണർ ചെയ്യുന്ന ഒരു രീതി അതാണ്. അപ്പോൾ ഇവൻ ഈ ഓട് പൊളിച്ചിട്ട് അവിടെ ഇറങ്ങി. ഈ ഓഫീസ് അറിയാവുന്ന ആളാണ്. ഈ ഓഫീസിൽ അവിടുത്തെ ആളിരിക്കുന്ന എവിടെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഇയാൾ നേരത്തെ പോയി കണ്ടിട്ടുണ്ട്, ഇയാൾക്ക് അറിയാം. അങ്ങനെ ഈ ക്യാഷൊക്കെ വാങ്ങിച്ചിടുന്നിടത്ത് ഇയാൾ പോയി മോഷണത്തിന് വേണ്ടി മേശ തുറന്നു.
മേശ വലിച്ചു തുറന്നു. അതിനകത്തൊന്നും വലിയ അടച്ചിട്ടേ ഉള്ളൂ, പൂട്ടിയിട്ടൊന്നുമില്ല. മേശ വലിച്ചു തുറന്ന് ഇവൻ കംപ്ലീറ്റ് പരതിയിട്ട് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഇയാൾ ക്യാഷ് വയ്ക്കാൻ സാധ്യതയുള്ള മിക്കവാറും എല്ലായിടത്തൊക്കെ നോക്കി, അവിടെ എവിടെയില്ല. സാധാരണഗതിയിൽ ഈ സാമ്പത്തിക ഇടപാടൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലാകുമ്പം രാത്രി പോകുമ്പോൾ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു 10 രൂപയെങ്കിലും അല്ലെങ്കിൽ ഒരു 100 രൂപ എന്തെങ്കിലും ഇട്ടച്ച് പോകുമെന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ഒരു രീതി. ഒരു സ്ഥാപനമാണല്ലോ, അത് വെറും കാലിയാക്കിയിട്ട് പോകണ്ടെന്നുള്ള രീതിയിൽ. ഇവൻ അതിനകത്ത് കൈയിട്ടൊക്കെ പരതി നോക്കി കംപ്ലീറ്റ് നോക്കിയിട്ടൊന്നും അതിനകത്ത് 5 പൈസയില്ല. അവസാനം ഇവൻ ദേഷ്യം സഹിക്കാൻ വയ്യാതെ മേശപ്പുറത്ത് കിടന്ന് ആ ബില്ല് എഴുതാനുള്ള ഈ എസ്റ്റിമേറ്റൊക്കെ എഴുതാനുള്ള പേപ്പറിൻ്റെ മുകളിൽ ഇവനിങ്ങനെ അത് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എഴുതി. അതിൽ എഴുതിയ വാക്കുകൾ മലബാറിലെ നമ്മുടെ സാധാരണഗതിയിൽ സഭ്യമല്ലാത്ത വാക്കുകളാണ് അവനത് എഴുതി വെച്ചിട്ടുള്ളത്. അവൻ്റെ ദേഷ്യം മുഴുവൻ തീർത്തിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ എഡിറ്റഡ് വെർഷൻ ഞാൻ പറഞ്ഞാൽ, എടാ ദാരിദ്ര്യവാസി, നിനക്ക് ഒരു 100 രൂപയെങ്കിലും നിൻ്റെ ഈ പെട്ടിക്കകത്ത് വെച്ചിരുന്നൂടെ, എൻ്റെ ഇന്നത്തെ അധ്വാനം വെറുതെ ആയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ തെറികളൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. നീ നശിച്ചു പോവുകയുള്ളൂ എന്ന് ഒരു രാഗി അങ്ങനെ പറഞ്ഞിട്ട് അത് ഇത്ര എഴുതി വെച്ചിരിക്കുകയാണ്. ആ പേന അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പോയി. ഇതാണ് നമുക്ക്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റ്സ് കിട്ടാൻ സാധ്യതയുള്ള പറഞ്ഞാൽ മേശ വലിപ്പം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പഴയ ഒരു തുരുമ്പിച്ചൊരു തകരത്തിൻ്റേതാണത്. പിന്നെ അതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് കിട്ടാനില്ല. ഈ മേശപ്പുറത്തിരിക്കുന്ന പേപ്പറിൽ വളരെ ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പോൾ ഞാൻ അത് നോക്കുമ്പോൾ അതിൽ നിന്ന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു 10-25 റിഡ്ജ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഫിംഗർ പ്രിൻറ്റ് ഡെവലപ്പ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇത് നമ്മൾ ഓഫീസിൽ കൊണ്ടു വന്നിട്ട് അതിൻ്റെ അവിടുത്തെ നമ്മുടെ റെക്കോർഡഡ് ക്രിമിനൽ സെൻ്ററുമായിട്ട് ഒത്തു നോക്കുമ്പോഴത്തേക്ക് ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ പെട്ട ഒരു പഴയ ക്രിമിനലാണ്. പഴയ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ വലിയ ഗ്രേവ് ക്രൈംസ് ചെയ്യുന്ന ആളല്ല, ചെറിയ ചെറിയ മോഷണ കേസുകൾ, ചില്ലറ തെഫ്റ്റ് കേസുകൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കേസുകൾ ചെയ്യുന്ന, കൊലപാതകം അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഒരു മീഡിയം ലെവലുള്ള കേസുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവനെ സ്വാഭാവികമായിട്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ അവനോട് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ അന്ന് ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വേറൊരു കേസ് റിപ്പോർട്ട് ചെയ്ത് ഇവനെ കൊണ്ടുവന്നിട്ട് അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് നിങ്ങളെ അറിയാം, സാറേ ഞാറാലും എഴുതി പോകുന്നത്, കാരണം ഒരു ദിവസം അധ്വാനിച്ചിട്ട് ഇത്രയും പാടുപെട്ടിട്ട് ഒരു 100 രൂപയെങ്കിലും കിട്ടണ്ടേ സാറേ, ഇങ്ങനെ ദാരിദ്ര്യവാസി എന്ന് പറഞ്ഞിട്ട് ഇയാൾ പുലഭ്യം വിളിക്കുകയാണ് ഈ ഓണറെ. അപ്പോൾ അതൊരു തമാശയായിട്ട് എനിക്ക് തോന്നി, കാരണം അത് ഒരുത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ അവൻ്റെ തൊഴിലത്. അത് പക്ഷേ ഒരു പൈസ പോലും കിട്ടിയിട്ട് ഒരു ദിവസം അധ്വാനം വെറുതെ പോയെന്നുള്ള അവൻ്റെ ധർമ്മസങ്കടം. ഇത്രാം തീയതിക്കകം നിൻ്റെ വീട്ടിലെ 3 സിന്ധി പശുക്കൾ, 3 പശുക്കളാണോടുള്ള സിന്ധി പശുക്കൾ, ഈ 3 എണ്ണവും ചത്തിരിക്കും എന്ന് പറഞ്ഞൊരു കത്ത് കിട്ടുന്നു. പറഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ ഇത്രാം തീയതിക്കുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവർ 2 ദിവസമൊക്കെ ഉറക്കം ഒഴിച്ചിരുന്നിട്ടൊന്നും സംഭവിച്ചില്ല. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പശുക്കൾ ചത്ത് കിടക്കും തൊഴുത്തിൽ. അതിനുശേഷം വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കത്ത് കിട്ടുന്നു, നിൻ്റെ വൈക്കോൽ തുറുക്കൾ, ഈ വലിയ കൃഷിക്കാരനാണ് അയാൾ, അത് കത്തിച്ചാമ്പലാകും, ഇത്രാം തീയതിക്കകം സൂക്ഷിച്ചോ എന്ന് പറയുന്നുണ്ട്. ആ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് ഒരു 5-8 ദിവസം കഴിഞ്ഞിട്ടും സംഭവിക്കുന്നില്ല. പക്ഷേ അതിനടുത്ത ദിവസം ഇത് കത്തുന്നു, വൈക്കോൽ തുറ കത്തുന്നു. അതിനുശേഷം കിട്ടുന്ന കത്തിൽ പറഞ്ഞിട്ടുള്ളത്, നിൻ്റെ വീട്ടിലെ 1-ൽ കൂടുതൽ ആളുകളെ ഇത്രാം തീയതിക്കകം ഞാൻ കൊന്നിരിക്കും, അവർ മരിച്ചിരിക്കും.